ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഞാനിത് ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ള വീഡിയോ വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു ചക്കയാണ്. അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് മീശാണ് എന്നാണ് ഈ ചക്ക കൊണ്ടു തന്നിട്ട് ഏകദേശം ഒരു 2-3 ദിവസമായി. പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നു. അറിയാലോ, ഷോപ്പും കാര്യങ്ങളൊക്കെ ഇത് പാകം ചെയ്തെടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ചക്ക അത് കൊത്തി ഉരിഞ്ഞ് അതിൻ്റെ ബാക്കിയൊക്കെ പാകം ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചക്ക ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്. ചക്ക തിന്നാൻ വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഏട്ടനിപ്പം പറയാം ചക്കയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ വയറിൽ ഒരു ചൂലിൻ്റെ പണിയാണത് എടുക്കുക, നമ്മളെ വയറ് അത്രമാത്രം ക്ലിയറാക്കും ചക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്ക തിന്നാന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അധികം നമുക്കിവിടെ കിട്ടാത്ത സാധനമല്ലേ, അതുകൊണ്ട് ചക്ക പുഴുങ്ങിയിട്ടൊക്കെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അരപ്പ് ഏട്ടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ അരക്കാനെടുത്തത് അരമുറി തേങ്ങ, കുറച്ച് ഷാൽസ്, അതായത് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഇതൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പോയി, ഓൾറെഡി ഡിലീറ്റ് ആയിപ്പോയി. ഇതൊന്ന് വെന്തോ നോക്കട്ടെ. ചക്ക ചെറുതായിട്ട് മധുരം ഉണ്ടായിരുന്നു, കാരണം 2-3 ദിവസമല്ലേ പറിച്ച് വെച്ചിട്ട് മൂത്ത ചക്കയാണ്. ഇതിന് ചക്കക്കുരുവും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഇത് പഴുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ചക്കയാണ്. അപ്പോൾ ഞാൻ അരപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കണം ചക്ക എന്തായാലും. ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്, അപ്പോൾ ഒരു ആങ്സൈറ്റി ഭയങ്കരമായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യമായ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കും. ടോട്ടൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പേ എഴുതിയിട്ടുണ്ട് 2 ഗ്ലാസ് വെള്ളമാണെന്ന്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം, അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചക്ക ഈ ചുള പോലെ തന്നെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ തിന്നാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ഉടച്ചു കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവർക്കും അറിയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ, ഞാൻ എന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതൊക്കെ പറയാനൊക്കെ ഒരു ഉത്സാഹം കൂടുതലാണ്. ഉത്സാഹ കമ്മിറ്റിയാണ് ഞാൻ. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പണി ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കുറച്ചുകൂടി എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി പിന്നെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പച്ച വെളിച്ചെണ്ണയൊക്കെ രുചിയൊന്നും വേറെ തന്നെയാണ് അല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് എത്ര റിഫൈൻഡ് ഓയിലും ഒക്കെ വന്നു കഴിഞ്ഞാലും നമ്മളെ കോക്കനട്ട് ഓയിലിൻ്റെ, അതായത് വെളിച്ചെണ്ണയുടെ രുചിയൊന്നും വേറെ തന്നെയാണ് ഏത് നാട്ടിൽ പോയാലും. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, കാരണം കറക്റ്റായ ഒരു ഉപ്പ് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾക്ക് ഇനി എന്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം പാകത്തിനുണ്ടാകുമ്പോഴാണ് ഒരു രുചി ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണയിൽ വറുത്തെടുത്തതാണ്, പൊരിച്ചെടുത്തതാണെന്നൊക്കെ പറയാം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ മാത്രം റെസിപ്പിയാണ്, ഇത് ഏട്ടൻ പറഞ്ഞു തന്ന റെസിപ്പിയല്ല. പിന്നെ ഏട്ടനും അമ്മയോ പറഞ്ഞു തന്നല്ല, ഞാൻ തന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഇട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ പിന്നെ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പരമാവധി ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക എന്നൊന്ന് ഒരു കുക്കിൻ്റെ കർത്തവ്യം അല്ലേ, അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കട്ടെ, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, നല്ല രുചിയുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും ആർക്ക് കൊടുത്താലും പറയില്ല. പിന്നെ എനിക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ചക്കയിലേക്ക് വറുത്തിടൽ ചടങ്ങാണ്. ഇതിപ്പം ഞാൻ ഓൾറെഡി തേങ്ങ ഫ്രൈ ചെയ്തെടുത്തെന്ന് പറഞ്ഞില്ലേ, 1 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ വറുത്തിടുന്നതാണ് ബെറ്റർ. വെറുതെ എന്തിനാ എണ്ണ കളയുന്നല്ലേ, എല്ലാത്തിനും പൈസ അധികമല്ലേ. നോക്കിയും കണ്ട് ചിലവാക്കിയാൽ നമുക്ക് ആ പൈസ നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കണം ലൈഫിൽ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണ്.
ഒരു ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇടാനായിട്ടുള്ളത് എന്താ പറയുക, വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പുമാണ്. ഇത് പൊട്ടി വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം അല്ലേ. എല്ലാത്തിനും കാത്തിരിപ്പ് ഒരു സുഖം തന്നെയാണ്. ഓക്കെ, പിന്നെന്താ, അപ്പോൾ കടുകൽ ഞെട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ഇടുന്നത് 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇനി ഇതിലേക്ക് ഞാൻ ഇടാണ്ട് പോകുന്നത് പിന്നെ കറിവേപ്പാണ്. കറിവേപ്പും വറ്റൽമുളകൊക്കെ ഫ്രൈ ആയിട്ട് ഇടുമ്പോഴാണ് ചക്കക്ക് നല്ലൊരു രുചി ഉണ്ടാവുക. അപ്പോൾ പിന്നെ എന്താ പറയുക, ഞങ്ങൾക്കിവിടെ ഇടയ്ക്കൊക്കെ മീശാണൻ പിന്നെ കറിവേപ്പ് കൊണ്ടു തരുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ കടയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇത് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ വെന്തുടഞ്ഞ ചക്ക അടിപൊളിയായിട്ട് ഇടിയുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ച കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൽ ലാസ്റ്റ് എണ്ണ പോലെ ഞാൻ ഈ ചുരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം ഏട്ടൻ വന്നിട്ടാകുമ്പോൾ ഷാപ്പിടാൻ വേണ്ടി. ഏട്ടൻ വരണമെങ്കിൽ ഏകദേശം 11 മണിയൊക്കെ ആകും രാത്രിയിൽ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും. കാരണം രാവിലെ ഉച്ചക്കൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കുക. രണ്ടാൾക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് ഒരുപാട് വൈകി കഴിക്കുന്നത് ശരിയല്ലെങ്കിൽ കൂടി ഞങ്ങൾ എന്തായാലും വൈകും. ഈ ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ അറിയാം ഇങ്ങനെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ വളരെ വിരളമായിരിക്കും. നാട്ടിൽ പോയാലൊക്കെയാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. പിന്നെ ഇവിടുന്ന് ആകുമ്പം ഈ രാത്രിയിൽ ഏട്ടൻ വരുന്നവരെ കാത്തുനിന്ന് ഏട്ടൻ്റെ അപ്പുറം ഭക്ഷണം കഴിക്കാൻ നിൽക്കും. ഏട്ടൻ പറയും, നീ കുറച്ച് നേരത്തെ എനിക്ക് കഴിച്ചുകൂടെ, കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കാൻ നല്ലതെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയില്ലേ, ഏട്ടൻ വരുന്നവരെ കാത്തിരിക്കുന്നത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ കൊതി കൊണ്ടാണെന്ന് പറയാം. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഏട്ടനോട് വിളിച്ചു പറയും. ഏട്ടനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞു. കാരണം അമ്മ ഇതിൻ്റെ കറക്റ്റ് വെള്ളം ഇത്ര പോലെ വേണമെന്നൊക്കെ പറഞ്ഞ ആളാണ്. അമ്മ നന്നായിട്ട് ചക്ക വെക്കും. അതുപോലെ തന്നെ പൊയിലൂർ അമ്മയും നന്നായിട്ട് ചക്കയൊക്കെ വെക്കാറുണ്ട്. ഇത് നല്ല മണവും നല്ല രുചിയൊക്കെ ഒരു കിട്ടിലും ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു 10 മിനിറ്റ് വെറുതെയെങ്കിലും, തീയൊന്നും ഇല്ലാതെ വെറുതെയെങ്കിലും പൊത്തി വെക്കുമെന്ന്. പൊത്തി വെച്ച് കഴിഞ്ഞ ശേഷം ഏട്ടൻ വന്ന് കയറ്റി നമ്മൾ കഴിക്കും. ഇത് അടിപൊളിയായിട്ട് കഞ്ഞിയും അതുപോലെ തന്നെ ഫ്രൂട്ടല്ല വെജിറ്റബിൾ സാലഡും ചക്കയും ബെസ്റ്റ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റോടെ ഒരു ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടൻ വന്നിട്ട് ഇവരെല്ലാവർക്കും ബൈ.